Good afternoon. Good afternoon. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് നമുക്കൊരു 10 മിനിറ്റ് മുന്നേ ഞാനത് മ്യൂട്ടും അൺമ്യൂട്ട് ആക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാണ്ടിട്ട് പറയാം. പിന്നെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ പോയിന്റ് ക്ലിയർ അല്ല ഒന്നുകൂടി പറയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് കമന്റ് ആയിട്ട് പറയാം കേട്ടോ. മെസ്സേജ് നോക്കിക്കോളാം. ഓക്കെ, ലാസ്റ്റ് ഒരു 10 മിനിറ്റ് മുന്നേ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുന്നത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. നിങ്ങളുടെ നോട്ടില് 25 മറ്റേ കിടക്കുന്നത്. ഓക്കെ, എന്തായാലും ചാപ്റ്ററിന്റെ പേര് നോക്കുക, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എവിടെയാ? ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പേഷ്യന്റ് നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ടൈം ഓഫ് അഡ്മിഷൻ സമയത്ത് ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ആ അഡ്മിഷൻ സമയത്ത് ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടാവണമെന്നില്ല എന്നല്ല, അതിന് മുന്നേ ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഇല്ല. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, hospital acquired infections are infection occurred during the process of receiving health care that was not present during the time of admission. നമ്മൾ ആ പ്രസന്റില് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇൻഫെക്ഷൻ ഇല്ല എങ്കിൽ നമ്മൾ അത് ആ ട്രീറ്റ്മെന്റ് ഹെൽത്ത് കെയർ നമ്മൾ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അഡ്മിറ്റ് ആവുന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെഡിങ് ഒന്ന് കൊടുത്തേ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ACQUIRED, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഒരു സെന്റൻസ് എഴുതിക്കോ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആർ, അതിന്റെ ഷോർട്ട് ചെയ്ത് HAI എന്ന് എഴുതാം കേട്ടോ. HAI, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആർ infections occurred, ACQUIRED, occurred during the process of receiving health care, that was not present during the time of admission. ADMISSION. Hospital acquired infections are infections occurred during the process of receiving health care that was not present during the time of admission. നിങ്ങൾ മനസ്സിലാക്കുക, ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അവിടെ നിന്നും ലഭിക്കുന്ന ഇൻഫെക്ഷൻസ് ആണ്, അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, introduction. A hospital acquired infection is also known as
നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ രണ്ടും സെയിം ആണ്. Hospital acquired infection, also known as nosocomial infection. The word nosocomial is derived from the Latin word nosocomiol. The Latin word nosocomiol. The word nosocomial, the nosocomial എന്ന് പറഞ്ഞ word derive ചെയ്തേക്കുന്നത് Latin word ആയ nosocomiol എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. What is the meaning? Which means hospital. ആ വേർഡ് നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആണ് ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡ് ആയ നോസോകോമിയോൺ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ഈ നോസോകോമിയൽ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. ഓക്കെ, the word nosocomial is derived from the Latin word nosocomion, which means hospital. Meaning എന്താണ്? Hospital. Nosocomion means hospital. It is an infection. Nosocomial infection is an infection that is occurred in a hospital. ഇത് എവിടെ നിന്നാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? വിനോയ്ക്ക് മനസ്സിലായില്ലേ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ എന്താ? ദ വേർഡ് ഈ ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും ഇപ്പൊ എഴുതിയെടുക്കണ്ട. ഞാനൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞത് ആ ഡെഫിനിഷൻ മാത്രമാണ് പറഞ്ഞത്. ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷന്റെ ഡെഫിനിഷൻ മാത്രമാണ് പറഞ്ഞത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ പറഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനിലേക്ക് വന്നു. ഇൻട്രൊഡക്ഷനില് നമ്മൾ ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇനി നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായ നോസോകോമിയോൺ. നോസോകോമിയോൺ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് ഹോസ്പിറ്റൽ. നോസോകോമിയോൺ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? ഹോസ്പിറ്റൽ എന്നാണ് മീനിങ്. Nosocomial infection is an infection that is occurred in a hospital. എവിടുന്ന് അക്യൂർ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ നിന്നാണ് അക്യൂർ ചെയ്യുന്നത്. ഓർ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ ഒക്കെ നമുക്ക് അക്യൂർ ചെയ്യുന്നതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. So it is also called the health care associated infection. അതുകൊണ്ട് അതിനെ പറയുന്ന വേറൊരു വേർഡാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ അക്യൂർ ചെയ്യുന്നത് കൊണ്ട് ഈ ഇൻഫെക്ഷനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അറിയപ്പെടുന്നു. അത് മൂന്നും സെയിം ആണ്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. Such an infection may be occurred in hospital. ഈ ഇൻഫെക്ഷൻ എവിടെ നിന്നൊക്കെ കിട്ടാം? Occurred in hospital. ഹോസ്പിറ്റലിൽ നിന്നാവാം. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പുനരധിവാസ കേന്ദ്രങ്ങള്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, നഴ്സിംഗ് ഹോം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. ഇവിടെ നിന്നെല്ലാം അക്യൂർ ചെയ്യാം. Such infection may be occurred in nosocomial infection may be occurred in hospital, rehabilitation centers, nursing home, outpatient clinic, diagnostic laboratory or other clinical settings. മറ്റുള്ള clinical settings നിന്നൊക്കെയോ ഈ infection occur ചെയ്യാം. The infection is spread to the affected patient in the clinical setting by many means. ഇനി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന പല മാർഗങ്ങളുണ്ട്. അതേതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സ്പ്രെഡ് ചെയ്യിക്കാൻ ഒരു
കാരണമാണ്. ബിസൈഡ് ടു അവർ ഏതിൽ കൂടെയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് നോക്കിയേ, ബിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്. കണ്ടാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ മാലിന്യമായിട്ടുള്ള, അപ്പോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വഴി ബെഡ് ലിനൻ തലയിണകള്, ബെഡ്ഷീറ്റുകള് ഒക്കെ വഴി, ഓർ എയർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ എയർ ഡ്രോപ്സിലൂടെ വായു തുള്ളികളിലൂടെ, വായു കണികകളിലൂടെയൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യിക്കാം. അവിടെ ഇരുന്ന് കറക്റ്റ് ചെയ്ത്, ഓർ എയർ ഡ്രോപ്ലെറ്റ്സ് എന്നാണ്. എയർ എയുന്ന് അത് വെട്ടിയിട്ട് എയർ എന്നാക്കുക, എയർ ഡ്രോപ്ലെറ്റ്സ്. അപ്പൊ ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ ബിസൈഡ് ടു ഏതിലൂടെയൊക്കെ, കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, ബെഡ് ലിനൻസ് ഓർ എയർ ഡ്രോപ്സ്. ഇതിൽ കൂടെയൊക്കെ ഹെൽത്ത് കെയർ സ്റ്റാഫും ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യിക്കുന്നുണ്ട്. It can also originated from the outside environment. പിന്നെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡ് എൻവയോൺമെന്റ്, പുറമെയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വരാം. ഓർ അതർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ്, ഈ ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്ന് വരാം. ഓക്കെ, ഇൻഫെക്റ്റഡ് പേഷ്യൻസിൽ നിന്ന് വരാം. സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ്, ഇനി ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫിൽ നിന്ന് വരാം. നേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റുള്ള സ്റ്റാഫുകളാവട്ടെ, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഓർ ഇൻ സം കേസസ് the source of the infection cannot be ascertained. അപ്പൊ ചില കേസുകളിൽ ഇതിന്റെ സോഴ്സ്, ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അസർട്ടൻ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക, അത് എവിടെ നിന്നാണെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫുകളിൽ നിന്നാവാം. എന്നുവെച്ചാൽ ചില കേസുകളിൽ ഈ ഇൻഫെക്ഷന്റെ സോഴ്സ്, ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താനായിട്ട് കഴിയില്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, in certain cases, the microorganism emerged from the patient's own skin, becoming opportunistic after surgery. In ചില കേസുകളിലോ മൈക്രോ ഓർഗാനിസംസ് ഈ പേഷ്യന്റിന്റെ സ്കിന്നില് സ്വന്തമായിട്ടും ഉണ്ടാകാം. ചില കേസുകളിൽ മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികള്, ബാക്ടീരിയ, വൈറസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസ് എമർജ് ഫ്രം ദ പേഷ്യന്റ് ഓൺ സ്കിൻ, ബിക്കമിങ് ഓപ്പർച്യൂണിറ്റിക് ആഫ്റ്റർ സർജറി. സർജറി ഒക്കെ ചെയ്യുമ്പോഴോ, സർജറി ഒക്കെ കഴിഞ്ഞ ഒരു അവസരത്തിലും ചിലപ്പോ ഈ പേഷ്യന്റിന്റെ ബോഡിയിൽ ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ പ്രത്യക്ഷപ്പെടാം. Then nosocomial infection shows a tendency to lack proof that it was present when the patient got into the healthcare settings, thus meaning it was acquired post admission. ഇവിടെ നോക്കിയേ, nosocomial infection shows a tendency to lack proof. നമുക്കത് തെളിയിക്കാനായിട്ടുള്ളൊരു തെളിവില്ല. ദാറ്റ് ഇറ്റ് വാസ് പ്രസന്റ്. അപ്പൊ ഒരു ഹോസ്പിറ്റലില് ഒരാള് വരുമ്പോൾ അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് തെളിയിക്കാൻ ഒരു പ്രൂഫും ഇല്ല, നമുക്ക് അതിനൊരു തെളിവും ഇല്ല. അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ ഒരു തെളിവും ഇല്ല. that it was present. ആ പ്രസന്റ് സ്റ്റേറ്റില് അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാനായിട്ട് ഒരു തെളിവും അവിടെ ഇല്ല. when the patient got into the healthcare setting, അപ്പോ ആ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലേക്ക് വരുന്ന സമയത്ത് ആ പേഷ്യന്റിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു തെളിവും അവിടെ ഇല്ല. അതുകൊണ്ട് ഈ ഇൻഫെക്ഷൻ അവിടെ നിന്ന് കിട്ടിയതാന്ന് പറയാം. നമുക്ക് അവിടെ അഡ്മിഷന് ശേഷം നമുക്ക് ഇൻഫെക്ഷൻ ലഭിച്ചതാണെന്ന് പറയാം. ദസ് മീനിങ്, ഇതിന്റെ മീനിങ് എന്താ? ഇറ്റ് വാസ് അക്വേർഡ് പോസ്റ്റ് അഡ്മിഷൻ. അവിടെ അഡ്മിഷന് ശേഷം, അവിടെ ഹോസ്പിറ്റലില് അഡ്മിഷന് ശേഷം അവിടെ നിന്ന് കിട്ടിയതാണെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അയാൾ വരുമ്പോൾ തന്നെ പറയണം ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഒരു ഇത് വേണം. അങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല, അതിനൊരു തെളിവും ഇല്ല അവിടെ. അയാള് ആ പ്രസന്റ് സ്റ്റേജിൽ ആ പേഷ്യന്റ് വരുമ്പോൾ അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറയാൻ ഒരു തെളിവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്തതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കിയേ.
അപ്പൊ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് അറിയപ്പെടുന്നു. ഇത് ഈ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായ നോസോകോമിയോ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് അതിന്റെ മീനിങ് ഹോസ്പിറ്റൽ എന്നാണ്. ഇനി ഈ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്നോ മറ്റുള്ള അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നൊക്കെയാണ് അക്വയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയുന്നു. ഇനി ഇൻഫെക്ഷൻ മേ ബി അക്കൗണ്ട് ഹോസ്പിറ്റലിൽ നിന്നാവാം, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്നാവാം, നഴ്സിംഗ് ഹോമിൽ നിന്നാവാം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഇനി ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് എന്നത് നമുക്ക് ആ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് പല മാർഗങ്ങളിലൂടെ സ്പ്രെഡ് ചെയ്യാം. ഹെൽത്ത് കെയർ സ്റ്റാഫും ആ ഇൻഫെക്ഷനൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിൽ ഒരു കാരണമാകാം. അത് അവരേതിലൂടെ ആ കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്ന അവരെടുക്കുന്ന മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വഴി, സ്റ്റെറിലൈസേഷൻ ചെയ്യാത്ത അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് വഴി, ബെഡ് ലിനൻ ഓർ എയർ ഡ്രോപ്സിൽ കൂടെ ഒക്കെ സ്റ്റാഫും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യിക്കാം. ചില കേസുകളിൽ ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാം. ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൽ നിന്ന് വരാം, സ്റ്റാഫിൽ നിന്ന് വരാം. ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫിൽ നിന്നും ഒക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. എന്നാൽ ചില കേസുകളിൽ ഇൻഫെക്ഷന്റെ ആ സോഴ്സ് എവിടെയാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ആ ഇൻഫെക്ഷൻ വന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമ്മൾ പറഞ്ഞ ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞേക്കുന്നത് എന്താ, ഈ ഇൻഫെക്ഷൻ നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന ആ ടൈമില് ഓൾറെഡി അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് ഒരു പ്രൂഫ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നത് വാട്ട് ആർ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഈ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞേക്കുന്ന ഏതൊക്കെ സമയത്ത് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. For a HAI, the infection must arise. അപ്പൊ ഏതൊക്കെ രീതിയിലാണെങ്കിൽ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. Up to 48 hours after hospital admission. ഹോസ്പിറ്റൽ അഡ്മിഷന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ, അതായത് 2 ദിവസം അല്ലെ, ഒരു 24 hours ആണല്ലോ. അപ്പൊ 2 ദിവസം വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയതിനു ശേഷം നമുക്ക് 2 ദിവസം വരെ, പിന്നെ അഡ്മിറ്റ് ആയി ആ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിന് നമുക്ക് എന്താ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ. രണ്ടാമത് നോക്കിയേ, അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഇനി ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് 3 ദിവസം വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് പറയാം. ഇന്ന് ഡിസ്ചാർജ് പോയി നാളെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. 2-3 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം വരെ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് 3 ദിവസം വരെയും എന്തെങ്കിലും ഇൻഫെക്ഷൻ നമുക്ക് വരുവാണെങ്കിൽ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇനി നോക്കിയേ, in a healthcare facility when someone was admitted for reason expected for the infection. ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണത്താൽ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അന്നത്തെ അയാൾക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഇൻഫെക്ഷൻ മൂലം ആവരുത്, ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണങ്ങളാൽ ഒരു പേഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് വരികയാണ്. അപ്പോൾ അയാൾക്ക് ഇൻഫെക്ഷൻ വന്നാലും നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഇങ്ങനെ 3 ചാൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെയും ഇൻഫെക്ഷൻ വന്നാൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഇനി ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് ഒരാൾ അഡ്മിറ്റ് ആവുകയാണ്
ഫോർ ദ ഇൻഫെക്ഷൻ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട്, ഇൻഫെക്ഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും രോഗങ്ങളുമായിട്ട് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ, എന്നിട്ട് ഇയാൾക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിലും എന്താ അതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് തന്നേക്കുന്നത് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 5 തന്നിട്ടുണ്ട്. നോക്കിയേ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന അണുബാധ. നെക്സ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. പിന്നെ അടുത്താണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് സ്റ്റൊമക്കില് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഒരു സെന്റൻസ് എഴുതാം കേട്ടോ, ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് ഒരു സെന്റൻസ് നോട്ട് ചെയ്യാം. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ, സ്റ്റൊമക്കിൽ വരുന്ന, വയറ്റിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് എന്ന് വെച്ചാൽ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ, അതിനാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു ലെയർ, ഒരു പാളിനെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ പാളിക്ക്, ആ ലെയറിന്, ആ മെംബ്രെയിൻ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, വീക്കം, അതിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ന്യൂമോണിയ. ന്യൂമോണിയ അറിയാലോ, ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ എന്താ, ലങ്സിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, നമ്മുടെ റേഞ്ചിലെ ഫ്ലൂയിഡ് ഒക്കെ വന്ന കഫമൊക്കെ നിറഞ്ഞ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, എന്താ പറയാ, ഒരു വീക്കം, അതിനെയാണ് ഈ ന്യൂമോണിയ എന്ന് പറയുന്നത്. ലങ്സിനെ ബാധിക്കുന്നതാണ്. ഓക്കെ, പനിയൊക്കെ കൂടി ന്യൂമോണിയ ഒക്കെ ആയ കേസുകളുണ്ട്. നമ്മുടെ ലങ്സിന് വരുന്ന ഒരു വീക്കം, ന്യൂമോണിയ. ഇനി ഒരെണ്ണം കൂടി നിങ്ങൾ അവിടെ താഴെ നോട്ട് ചെയ്തോ, സ്കിൻ ഇൻഫെക്ഷൻ, സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, സ്കിൻ ഇൻഫെക്ഷൻ, സ്കിൻ ഇൻഫെക്ഷൻ. ഇതെല്ലാം നോസോകോമിയൽ ഇൻഫെക്ഷന് എക്സാമ്പിൾ ആണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്കിൻ ഇൻഫെക്ഷൻ. ഓക്കെ, നോട്ട്ബുക്ക് എടുക്കുക കേട്ടോ, അതിനകത്ത് എഴുതിക്കോ, ഫസ്റ്റ് എഴുതിക്കോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇത് മനസ്സിലാവാൻ വേണ്ടി തന്നോന്നുള്ളൂ, ഡെഫിനിഷൻ കാണാതെ ഒന്നും പഠിക്കണമെന്നില്ല, മനസ്സിലാക്കി വെക്കും. ഓക്കെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എഴുതിക്കോ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. An infection in any part of the urinary system. An infection in any part of the urinary system. Okay. Urinary tract infection. UTIS പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ തന്നെയാണ് കേട്ടോ. ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ് UTIS എന്നുള്ളത്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ആൻഡ് ഇൻഫെക്ഷൻ ഇൻ എനി പാർട്ട് ഓഫ് ദ യൂറിനറി സിസ്റ്റം. യൂറിനറി സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, കിഡ്നിയിലോ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിലോ യൂറിത്രയിലോ ഒക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. നെക്സ്റ്റ് സെക്കൻഡ് എഴുതാം, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, SSI എന്ന് പറയാം. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, SSI ഷോർട്ട് ചെയ്ത് SSI എന്ന് പറയാം. ഓക്കെ, ഇൻഫെക്ഷൻസ് that occur in the wound
WOUND, wound എന്ന് വെച്ചാൽ മുറിവ്. occur in the wound, that occur, OCCUR, that occur in the wound, 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 മുറിവ്, created by an invasive, INVASIVE, invasive surgical procedures, invasive surgical procedures, PROCEDURES, surgical procedures. Okay. Well, surgical site infection that occur in the wound created by the invasive surgical procedure. അപ്പോൾ invasive എന്ന് പറഞ്ഞാൽ ആക്രമണാത്മകമായ, invasive ആക്രമണാത്മകമായ ഇതിനുള്ള സർജിക്കൽ പ്രൊസീജിയറിൽ ഉള്ള ആ വൂണ്ടിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ആ മുറിവിൽ കൂടെ വരുന്ന ഇൻഫെക്ഷൻ ആണ് gastroenteritis. Gastroenteritis. An infection or inflammation, INFLAMMATION, inflammation. Inflammation എന്ന് പറഞ്ഞാൽ വീക്കമാണ്, വീക്കം. ഓക്കെ, ഇനിയും ഈ വേർഡ് വരുന്നുണ്ട്, അതുകൊണ്ട് അതും കൂടി ചേർത്തു എന്നുള്ളൂ കേട്ടോ. ആൻ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ, ബൾജിങ് പോലെ വരുന്ന ഒരു വീക്കം ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, TRACT, ദഹനനാളം, ഡൈജസ്റ്റീവ് ട്രാക്ട്. An infection or inflammation of the digestive tract, particularly the stomach and intestines, INTESTINES, കുടല്, ചെറുകുടലും സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഉണ്ട്. ചെറുകുടലും വൻകുടലിലും വയറിലും ഒക്കെ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് വയറിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വീക്കത്തിനാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, digestive tract, particularly the stomach, viral, the stomach, STOMACH, stomach and intestine, INTESTINES, intestine. Okay, next meningitis, MENINGITIS, meningitis. Meningitis is a disease. Meningitis is a disease caused by the inflammation, inflammation എന്ന് പറഞ്ഞാൽ എന്താ, വീക്കം, inflammation of the protective membrane, inflammation of the protective membranes covering the brain and spinal cord. Protective membranes, MEMBRANES, membranes covering the brain and spinal cord. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ലെയറിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനെയാണ്
മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ന്യൂമോണിയ. അറിയാലോ, ലങ്സിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, ഒരു വീക്കാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. കഫക്കെട്ടൊക്കെ കൂടിയിട്ട് ആ ഫ്ലൂയിഡ് ലങ്സിൽ വന്ന് അടിഞ്ഞുകൂടി ആ ലങ്സിൽ വരുന്ന ഒരു വീക്കം, ദാറ്റ് ഈസ് ന്യൂമോണിയ. പിന്നെ അടുത്ത് സ്കിൻ ഇൻഫെക്ഷൻ ആണ് പറഞ്ഞത്. ഇതെല്ലാം മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAI ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് the symptoms for this infection may consist of. ഇനി ഇതിന്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണ്? ഈ ഇൻഫെക്ഷൻ, ഇപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ പറഞ്ഞു. ഇനി അതിന്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The symptoms for this infection may consist of. എന്തൊക്കെയാണ് സിംറ്റംസ്? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. വൂണ്ട് എന്ന് വെച്ചാൽ WOUND. വൂണ്ട് എന്ന് പറഞ്ഞാൽ മുറിവ്. മുറിവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അതായത് നമ്മൾ കൈയൊക്കെ മുറിഞ്ഞിട്ട് പഴുപ്പ് വരുമല്ലോ, പഴുപ്പൊക്കെ അത് പുറത്തേക്ക് വരുത്തുക. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, വൂണ്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത്, പഴുപ്പൊക്കെ പുറത്തേക്ക് വരിക. പിന്നെ ഫീവർ, പനി. നെക്സ്റ്റ് നോക്കിയേ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. കഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചുമ അല്ലെ? കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ശ്വാസം മുട്ടല്. സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടല്. സഫോക്കേഷൻ, ചുമ മൂലം ഉണ്ടാകുന്ന ആ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക. ഓക്കെ, ചുമയും ശ്വാസം മുട്ടലൊക്കെ തോന്നുക. നെക്സ്റ്റ്, ബേണിംഗ് വിത്ത് യൂറിനേഷൻ. യൂറിനേഷൻ ചെയ്യുമ്പോൾ, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചില്, ബേണിംഗ്. ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, അല്ലെങ്കിൽ യൂറിനേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അതൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഇതാണ്, സിംറ്റംസ് ആണ്. ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. യൂറിനേഷൻ ചെയ്യുമ്പോൾ പുകച്ചിലുണ്ടാവുക, അല്ലെങ്കിൽ യൂറിനേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക. നെക്സ്റ്റ് ആണ് ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാകാം. നെക്സ്റ്റ് നോസിയ. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം, നോസിയ. വോമിറ്റിംഗ്, വോമിറ്റിംഗ്, ഛർദിക്കാനൊക്കെ തോന്നുക. ഡയേറിയ, ഡയേറിയ വയറിളക്കം. നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ, ഇതൊക്കെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷന് സിംറ്റംസിൽ വരുന്നതാണ്. ഒന്നുകൂടി നോക്കാം. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, വൂണ്ടിൽ നിന്നും ഈ പഴുപ്പൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഫീവർ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ചുമയും ശ്വാസമുട്ടലൊക്കെ തോന്നാം. ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. നെക്സ്റ്റ് ഹെഡേക്ക്, നോസിയ, നോസിയ ഓക്കാനം, വോമിറ്റിംഗ്, ഛർദിക്കാൻ തോന്നുക. പിന്നെ ഡയേറിയ വയറിളക്കം. സിംറ്റംസ് ക്ലിയർ ആയോ? 6 പോയിന്റ്, ചെറിയ ചെറിയ പോയിന്റ് തന്നേക്കുന്നത്. ക്ലിയർ ആയോ? ഇത് കമ്പയർ ചെയ്യോ ആരെങ്കിലും? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്, ഓക്കെ, നല്ലൊരു പടമൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ, നല്ല കളർഫുൾ പിക്ചർ ഒക്കെ ഉണ്ട്. ഓക്കെ, പീപ്പിൾ ഹു എക്സ്പീരിയൻസ് new symptoms in the course their stay may also experience pain and irritation at the infection site. Many will experience noticeable symptoms. ഈ കോഴ്സ് സമയത്ത് ചെറിയ പുതിയ ലക്ഷണങ്ങൾ, ന്യൂ സിംറ്റംസ്, പുതിയ ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഈ അണുബാധയുള്ള ഇൻഫെക്ഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ അണുബാധയുള്ള സ്ഥലത്ത് പെയിനും ഇറിറ്റേഷനും, വേദനയും, അതുപോലെ തന്നെ ഒരു അസ്വസ്ഥതയും, എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ, ചൊറിച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ അനുഭവപ്പെടാം. ഓക്കെ, കോഴ്സ് സമയത്ത് പുതിയ ലക്ഷണം അനുഭവപ്പെടുന്ന ആളുകളില് ആ ഇൻഫെക്ഷൻ സൈറ്റില് വേദനയും അതുപോലെ മറ്റുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാം. മെനി വിൽ എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റംസ്. ഈ പലർക്കും പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ, പലരിലും പ്രകടമായി കണ്ട ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഇനി നമ്മള് സോഴ്സ് ചെയ്ത് ഹോസ്പിറ്റലില് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സോഴ്സ്, അതിന്റെ ഉറവിടം എവിടെയാണ്, എവിടെ നിന്നൊക്കെ ഈ ഇൻഫെക്ഷൻ വരാം.
ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പറഞ്ഞു അക്വയറിംഗ് ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്നും ഇൻഫെക്ഷൻ വരാനുള്ള ഉറവിടങ്ങൾ എവിടെ നിന്നൊക്കെ വരാം എന്നാ പറഞ്ഞേക്കുന്നത്. ഇത് വേറെ ഒന്നുമില്ല, ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കുക. അവിടെ ഒരു കുട്ടി ബെഡിലൊക്കെ കിടക്കുന്ന പടം കണ്ടില്ലേ, ഗ്ലൂക്കോസ് ഒക്കെ ഇട്ട് ട്രിപ്പ് ഒക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. ആ കുട്ടിയല്ല, പേഷ്യന്റിന് ഇൻഫെക്ഷൻ എങ്ങനെയൊക്കെ വരാം. അതിനകത്ത് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം നമുക്ക്. ഓരോ ബബിൾ പോലെ കൊടുത്തേക്കണേലും ഓരോ പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതർ പേഷ്യൻസ്. ഫസ്റ്റ് നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. ഇപ്പൊ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഓക്കെ, അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. നെക്സ്റ്റ് വിസിറ്റേഴ്സ്, വിസിറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് വരാം. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുമല്ലോ. അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ പോയി ആ പേഷ്യന്റിനെ പോയി കാണുമ്പോൾ അയാൾക്കും ഇൻഫെക്ഷൻ വരാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സ്, നമ്മൾ സന്ദർശകരിൽ നിന്നും വരാം. നെക്സ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റൽ പേഴ്സൺസ്. ഹോസ്പിറ്റൽ നഴ്സിൽ നിന്നോ സ്റ്റാഫുകളിൽ നിന്നോ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ ആളുകളിൽ നിന്നും വരാം. ഹോസ്പിറ്റൽ പേഴ്സൺസ്. നെക്സ്റ്റ് സർജിക്കൽ പ്രൊസീജിയർ. നെക്സ്റ്റ് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ സർജിക്കൽ പ്രൊസീജിയർ. സർജറി ചെയ്യുമ്പോൾ ഇപ്പോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ആ സൈറ്റിൽ കൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സർജിക്കൽ പ്രൊസീജിയർ സർജറി ചെയ്യുമ്പോഴും ഒക്കെ ഇൻഫെക്ഷൻ വരാം. നെക്സ്റ്റ് എയർ, വായുവിൽ കൂടി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റും, വായുവിൽ കൂടിയും വരാം. നെക്സ്റ്റ് വാട്ടർ ഓർ ഫുഡ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നല്ല തിളപ്പിക്കാത്ത വെള്ളമൊക്കെ കുടിച്ചാലും കണ്ടാമിനേറ്റഡ് ആയിട്ട് ഫുഡ്, പഴകിയ ഭക്ഷണോ ഒക്കെ അങ്ങനെയൊക്കെ വാട്ടർ ആൻഡ് ഫുഡ്, വാട്ടറിൽ നിന്നും ഫുഡിൽ നിന്നും ഒക്കെ ഇൻഫെക്ഷൻ വരാം. അതൊരു സോഴ്സ് ആണ്, ഇൻഫെക്ഷന്റെ സോഴ്സ് ആണ് വാട്ടർ ഓർ ഫുഡ്. അത് കണ്ടാമിനേറ്റഡ് വാട്ടർ ഓർ ഫുഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ ഉള്ളിലുള്ള, നമ്മുടെ എല്ലാവർക്കുടെ ഉള്ളിലുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുന്ന, നല്ലതുകൊണ്ട് ചീത്തയുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും അത് ഡാമേജ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് അതെന്തെങ്കിലും ഡാമേജുകളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫോമിറ്റി കണ്ടാമിനേഷൻ. ഫോമിറ്റി കണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ ചില ഒബ്ജക്റ്റുകളിൽ നിന്ന്, എന്തെങ്കിലും വസ്തുക്കളിൽ നിന്ന്, ഇപ്പൊ ഡോർ നോബ് എക്സാമ്പിൾ ആണ്, ടോയ്സ്, അവിടെയുള്ള ഡിഷുകള്, അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ, സ്വിച്ചിലൊക്കെ ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആള് ടച്ച് ചെയ്ത് അവിടെ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ, ഡയറക്റ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അത് ഡോർ നോബ്, ഈ വാതിലിന്റെ ആ പിടിയിൽ നിന്ന്, പടിയിൽ നിന്നൊക്കെ പിടിയില്ലേ, അപ്പൊ അതൊക്കെ ഇൻഫെക്ഷനുള്ള ആള് പിടിച്ചത് ആ സെയിം സ്ഥലത്ത് നമ്മൾ പിടിക്കുമ്പോഴും നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഫോമിറ്റി കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നും ഇൻഫെക്ഷൻ കിട്ടുന്നതാണ്. ഡിഷ്, ടോയ്സ്, ബുക്ക്, ഡോർ നോബ്, ഇതൊക്കെ ഫോമിറ്റി കണ്ടാമിനേഷൻ വരുന്ന ഇതാണ്, മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ലാസ്റ്റ് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ. ഡിവൈസുകൾ, ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന പല ഡിവൈസുകൾ, ഡ്രെയിൻ സിസ്റ്റത്തിൽ നിന്ന് ആൻഡ് കത്തീറ്ററിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുക. ഇതിനകത്ത് ചോദിക്കാം ഏതൊക്കെയാണ് സോഴ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതാ ബബിളിൽ തന്നേക്കുന്നത്, അതുപോലെ തന്നെ പഠിക്കാം. അതർ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സണൽസ്, പിന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, ഏരിയ, വാട്ടർ ഓർ ഫുഡ്, പേഷ്യന്റ് നോർമൽ ഫ്ലോറ, ഫോമിറ്റി കണ്ടാമിനേഷൻ, ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് catheter. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ സോഴ്സുകൾ നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ,
നെക്സ്റ്റ് വൺ, who is at risk for nosocomial infection? നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവര് ആരൊക്കെയാണ്? അതിന് റിസ്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളവര് ആരൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, who is at risk for nosocomial infection? Those who are admitted to a healthcare facility are at risk for contracting a hospital acquired infection. അപ്പോ ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് those who are admitted to health care facility, ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് വരുന്ന അഡ്മിറ്റ് ആകുന്ന എല്ലാവർക്കും ഇൻഫെക്ഷനുള്ള എന്താ ഒരു ചാൻസ് ഉണ്ട്, ഒരു റിസ്ക് ഉണ്ട് അവർക്കൊക്കെ. attracting a HI. For some bacteria, the risk may be also depend on. ചില ബാക്ടീരിയകളിലൂടെ ഇൻഫെക്ഷൻ വരാം. ഓക്കെ, എങ്ങനെയായാലും ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വരാൻ ചാൻസ് ഉള്ളവര്, അതിന്റെ റിസ്ക് ഉള്ളവര് ആരൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ഏതിലൂടെയൊക്കെ വരാമെന്നുള്ളത്. ഓക്കെ, പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്സ്. നമ്മളൊരു വാർഡിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ ഒപ്പം റൂംമേറ്റുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളിലേക്ക് ഇൻഫെക്ഷൻ വരാം. അതൊരു റിസ്ക് ആണ്, അതൊരു ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉള്ളതാണ്. നമ്മുടെ റൂംമേറ്റുകളിൽ നിന്ന് വരാം. പേഷ്യന്റ് ഹോസ്പിറ്റൽ. ഇനി സെക്കൻഡ് നോക്കിയേ, ഏജ് പർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old. ഏജ് പർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old. ഇനി 70 വയസ്സിൽ കൂടുതലുള്ള ആളുകള് അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അപ്പൊ അവർക്ക് വേഗം ഇൻഫെക്ഷൻ വരാം അല്ലെ. നമ്മുടെ സാധാരണ ആളുകൾ വെച്ച് നോക്കുമ്പോൾ 70 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ആരോഗ്യമൊക്കെ വളരെ കുറവായിരിക്കും, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പൊ വേഗം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, ഏജ് പർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old. 70 years old. ഓക്കെ, 70 years old, 70 വയസ്സ് കേട്ടോ. ഇനി നോക്കിയേ, തേർഡ് നോക്കിയേ, ഹൗ ലോങ് പേഷ്യന്റ്. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ, പേഷ്യന്റ് ആണ് കേട്ടോ. patient how long patient has been using antibiotic. ദീർഘകാലങ്ങളായിട്ട് ഈ ആന്റിബയോട്ടിക്സ് കഴിക്കുന്ന പേഷ്യൻസിന് ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. വളരെ കാലങ്ങളായിട്ട് ഈ ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് നമ്മളത് അതിന്റെ ഒരു ടൈം ഒക്കെ ഉണ്ട് അല്ലെ. ആന്റിബയോട്ടിക്സ് 5 ദിവസം അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മള് പിന്നെ നമ്മൾ ആന്റിബയോട്ടിക്സ് അധികം കഴിക്കേണ്ട ഇതില്ല. അപ്പൊ നമുക്ക് എന്താ, ഇങ്ങനെ ദീർഘകാലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ആന്റിബയോട്ടിക്സ് കുറെ നാളുകളായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കി, whether the patient has a urinary catheter or not. നോക്കിയേ, പേഷ്യൻസ് യൂറിനറി കത്തീറ്റർ, യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യൂറിനറി കത്തീറ്റർ കൊടുക്കും അല്ലെ, മൂത്രം പോകാനുള്ള ട്യൂബ് ഇടും. അപ്പൊ യൂറിനറി കത്തീറ്റർ കുറെ നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അത് ഒരുപാട് നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ച് കുറെ നാളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഈ ഇൻഫെക്ഷൻ വരാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാം. നെക്സ്റ്റ്, ലെങ്തി ICU സ്റ്റേസ്. ദീർഘകാലങ്ങളായിട്ട് ICUയിൽ സ്റ്റേ ചെയ്യുന്നവർക്ക്, ലെങ്തി ICU സ്റ്റേസ്, കുറെ നാളുകളായിട്ട് തുടർച്ചയായിട്ട് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, whether the patient has been in a coma. കോമ സ്റ്റേജിലുള്ളവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. whether the patient has been in a coma സ്റ്റേജിലുള്ളവർക്ക്. നെക്സ്റ്റ് ആണ് എനി ട്രോമ. എന്തെങ്കിലും ആഘാതങ്ങൾ വരികയാണെങ്കിൽ, എനി ട്രോമ എന്തെങ്കിലും ആഘാതങ്ങളൊക്കെ വരികയാണെങ്കിൽ. നെക്സ്റ്റ് ആണ് ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ത്രെറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അപകടം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ, അപകടം വരികയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുമല്ലോ, അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങൾ,
അപകടം വരികയാണെങ്കിലും ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഈ പറയുന്ന കേസ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ളവർക്കൊക്കെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലുള്ളവരാണ്, സാധ്യതയുള്ള ആളുകളാണ്. പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്സിൽ നിന്ന് വരാം. പിന്നെ ഏജ് പർട്ടിക്കുലർലി, അതായത് നമ്മളിപ്പോ വാതിലൊക്കെ ആണെങ്കിൽ കിടക്കുന്നെങ്കിൽ നമുക്ക് എന്താ പറയാ റൂംമേറ്റിൽ നിന്ന് വരാം. ഓക്കെ, ഏജ് പർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old, 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരില് കുറെ നാളുകളായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തവർക്ക്, പിന്നെ യൂറിനറി കത്തീറ്റർ ദീർഘകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നവർക്ക്, ദീർഘകാലം ICUയിൽ സ്റ്റേ ചെയ്യുന്നവർക്ക്, പിന്നെ കോമ സ്റ്റേജിലുള്ളവർക്ക്, ട്രോമ എന്തെങ്കിലും ആഘാതങ്ങള് എല്ലാം അപകടമൊക്കെ നടന്ന് വലിയ ഒരു ആഘാതം പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക്, പിന്നെ ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം പറ്റിയവർക്ക്, ഇവർക്കെല്ലാം നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉള്ളവരാണ്. ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ, ഇനി ചെറിയൊരു കാര്യം കൂടി നോക്കാം. ഇനി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള മാർഗങ്ങള്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ എന്നാണ് കേട്ടോ. BORNE, ബോൺ, ഹാൻഡ് ബോൺ, കൈ കൊണ്ടുള്ളത്. മോസ്റ്റ് കോമൺ, സാധാരണയായിട്ട് ഈ ട്രാൻസ്മിഷൻ, ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന മാർഗം എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റിലൂടെ തന്നെയാണ്. നമ്മൾ അവരെ പിടിക്കും, അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വരുമ്പോൾ, ഇൻഫെക്ഷൻ ഉള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് എന്താണ് ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം, പകരാം. ഓക്കെ, കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ഫസ്റ്റ്. അതിനകത്ത് പല ട്രാൻസ്മിഷൻ മോഡ് തന്നിട്ടുണ്ട്, 5 എണ്ണം ഉണ്ട്. കോണ്ടാക്ട് വഴി വരാം, ഡ്രോപ്ലെറ്റിൽ കൂടെ വരാം, എയർബോൺ ട്രാൻസ്മിഷൻ ഉണ്ട്, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ഉണ്ട്, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ ഉണ്ട്. അതിനകത്ത് ഓരോന്നും നമുക്ക് 1 by 1 പഠിക്കാം. ആദ്യത്തെ മാത്രം ഒന്ന് നോക്കാം. കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ, കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ കൈകൊണ്ടുള്ള ട്രാൻസ്മിഷൻ. അതിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 subgroups. ഹാൻഡ് ബോൺ, BORNE, ഹാൻഡ് ബോൺ, B ആണ് കേട്ടോ, H എന്നുള്ളത് ഒന്ന് B ആക്കിയാൽ മതി. BORNE, ഹാൻഡ് ബോൺ, കൈകൊണ്ടുള്ള ട്രാൻസ്മിഷൻ. കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 subgroups. 2 സബ്ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്, രണ്ടാമത്തെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. ഓക്കെ, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ 2 രീതിയിലുണ്ട്. ഡയറക്റ്റ് ആ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ, നേരെ ഇപ്പൊ ആ പേഷ്യന്റ് നേരെ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴൊക്കെ വരുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് നോക്കിയേ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നേരെ ടച്ച് ചെയ്യേണ്ട, അവരുപയോഗിച്ചിരുന്ന എന്തെങ്കിലും ഇതിലൂടെ, ഇപ്പോ ഡ്രസ്സിങ്സ്, ഇപ്പൊ അവരുടെ ഡ്രസ്സ് നമ്മൾ എടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മള് മറ്റുള്ള ഒബ്ജക്റ്റ് വഴി, ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴി നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിലാണ് അതിന് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇത്രയും നോക്കിയാൽ മതി, ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോ നോക്കി, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ 2 രീതി ഉണ്ടെന്ന് നോക്കാം. 2 സബ്ഗ്രൂപ്പ് ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ നേരെ അവരുമായിട്ട് നേരെ ഡയറക്റ്റ് സർഫസ് കോണ്ടാക്ട് വരികയാണ്, നേരെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആണെങ്കിലോ നേരെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റ് വഴി, ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴി ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുത്തതൊന്ന് നോക്കിയേ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താന്ന് പറഞ്ഞു. വാട്ട് ഈസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? ആരാണ് ഇവിടെ? ആര്യ, എന്താ നമ്മൾ എഴുതിയത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താന്ന് എഴുതിയത്? ആര്യ രാജീവൻ.
നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാ ആരില്ലേ? ശ്രുതി എന്താ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാ? ഞാൻ വിളിക്കുന്ന ആരും ഇവിടെ ഇല്ലേ? അതോ സിംറ്റം? ഞാൻ പറയാം മാഡം. ഞാൻ ചോദിക്കാം, സിംറ്റം ഉണ്ടോ അവിടെ? ഇവിടെ ആരൊക്കെ ഇവിടെ ഡയറക്റ്റ് ഉള്ളതെന്ന് അറിയാലോ. സിംറ്റോ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ സിംറ്റോ? ലാറ്റിൻ വേർഡ് ഹോസ്പിറ്റലാണ്. ഹരിക്കുട്ടൻ ഹരി ബിനോയ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്, അവിടെ ഉണ്ട്. ഹരിക്കുട്ടൻ, എന്താ നമ്മള് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാ? Hospital acquired infections are infections occurred during the process of receiving healthcare that was not present during the time of admission. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് എന്താ ഹെൽത്ത് കെയർ നമ്മളത് സ്വീകരിക്കാൻ, നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ, അത്രയാണ് സിമ്പിൾ ആയിട്ട്. ഈസ് ആൻ ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് അക്യൂർഡ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഇറ്റ്സ് ഓൾസോ മറ്റൊരു പേര് ഏതാ നമ്മൾ പറഞ്ഞത്? ജോബി. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ്, രണ്ട് പേരുകൾ കൂടി പറഞ്ഞല്ല അതിന്റെ ഒപ്പം. is also known as nosocomial infection. Okay, very good. Nosocomial. ഒരെണ്ണം കൂടി പറഞ്ഞു, നോസോകോമിയൽ ഇൻഫെക്ഷൻ. പിന്നെ ഏതാ? Health care associated infection. ഇത് രണ്ടും സെയിം ആണ്. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. Then what is the meaning? The nosocomial എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താവും? Latin word hospital. Okay. Next, മേഘന. അപ്പൊ നമ്മള് ഇതിനകത്ത് ആർക്കൊക്കെയാണ് ഈ നോസോകോമിയൽ അല്ല ഏതൊക്കെ ടൈമിലാണ് നമ്മള് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നത്? Urinary tract infection. പറഞ്ഞല്ലോ, 3 പോയിന്റ് ആയിട്ട് പറഞ്ഞു. മേഘന ഉണ്ടോ? മേഘന. ഏതൊക്കെ സിറ്റുവേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മള് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? ഏതൊക്കെ സാഹചര്യത്തിലാണ്? 3 പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ? 45 hours after hospital admission. എപ്പോഴൊക്കെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം? 3 ഓപ്ഷൻ ആയിട്ട് ഇത് പറഞ്ഞല്ലോ നമ്മള്. അപ് ടു 40 hours after hospital. ഇവിടെ മേഘനയില്ലേ? ഇവിടെ 48 hours after hospital admission. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതിനു ശേഷം നമ്മൾ 48 മണിക്കൂർ വരെ വരുന്ന ഇൻഫെക്ഷൻ. പിന്നെ up to 3 days after ഡിസ്ചാർജ് കഴിഞ്ഞ് 3 ദിവസം വരെ വരുന്ന ഇൻഫെക്ഷൻ. പിന്നെ in a healthcare facility when someone was admitted for reasons except for the infection. ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്, എന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിലും നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാത്തിമ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഏതൊക്കെയാ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഏതൊക്കെയാ? നമ്മൾ പറഞ്ഞത് പല ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. Urinary tract infection. പിന്നില്ലേ? ഇല്ല. ഓക്കെ, ബിനോയ് പറഞ്ഞു തന്നാ പറയുന്നേ. Urinary tract infection. UTIs. പിന്നെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഗ്യാസ്ട്രോഎൻട്രോസിസ്. പിന്നെ മെനിഞ്ചൈറ്റിസ്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇതിന്റെ സിംറ്റംസ് ആണ്. ഇനി അത് പറയണം. സിംറ്റംസ് ഒരു അപർണ ഒന്ന് പറയോ? സിംറ്റംസ് ഏതൊക്കെയാന്ന്?
discharge from wound, fever, cough, feeling of suffocation, burning with urination or difficulty in urination, fever, headache, fever, nausea, vomiting, diarrhea. fever. ഓക്കെ വെരി ഗുഡ്. നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ, ഇത്രയും നമ്മൾ അതിന്റെ സിംറ്റംസ് ആണ്. ഇനി അതിന്റെ സോഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ വരാനുള്ള സോഴ്സ്. ഇനി കുറച്ച് പേരൊക്കെ മാം അജിത ഉണ്ടോ അവിടെ? കുറെ പേര് ഞാൻ ഇവിടെ കാണുന്ന പേര്. അഞ്ചിതയാണോ മാം? അജിത ഇല്ലേ? ഉണ്ട്. ആ മാം, ആ മെനിഞ്ചൈറ്റിസിന്റെ നോട്ട് എഴുതിയതിൽ പ്രൊട്ടക്റ്റീവ് മെമ്മറൈൻ, അതെന്താണ് സംഭവം? പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ, മെംബ്രെയിൻസ് കവറിംഗ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനെ നമ്മുടെ തലച്ചോറിനെ സ്പൈനൽ കോഡ് സുഷുമ്നേനെയൊക്കെ കവർ ചെയ്യുന്ന ആ മെംബ്രെയിൻ, ഒരു ലെയർ, അതാണ് മെനിഞ്ചൈറ്റിസ് അതിനുണ്ടാകുന്ന മെനിഞ്ചസ്, അതിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, ഒരു ബൾജിങ്ങിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയറിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. മെംബ്രെയിൻ എന്ന് വെച്ചാൽ ലെയർ, അത്രേ ഉള്ളൂ. മെംബ്രെയിൻ ആണോ? MEMBRANES, മെംബ്രെയിൻസ്. MEMBRANES, ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ. ആ ലെയറിന് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ മെനിഞ്ചസ് എന്നാണ് ആ ലെയറിന് പറയുന്നത്. ആ മെനിഞ്ചസിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. ഓക്കെ. ഇനി അതാണ് ഇവിടെ ഞാനിപ്പോ ആരെയും വിളിച്ചറിഞ്ഞല്ലോ. അജിതേനെയല്ലോ വിളിച്ചത്? അഞ്ചിത. അഞ്ചിത. ഓക്കെ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഏതൊക്കെയാണ്? അതർ പേഷ്യൻസിൽ നിന്ന് വരാം, അതുപോലെ തന്നെ വിസിറ്റേഴ്സ്, നമ്മളുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രസൻസിൽ നിന്ന് വരാം. അത് കണക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ്, എയർ, വാട്ടർ, ഫുഡ്, അതുപോലെ തന്നെ പേഷ്യൻസിന് ഉള്ളിലുള്ള ചില മൈക്രോ ഓർഗാനിസം വഴി നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ വൊമിറ്റീവ് കണ്ടാമിനേഷൻ, ചില ഒബ്ജക്റ്റ്, അതായത് ടിഷ്യൂസ് ആവാം, ഡോർ സ്വിച്ച് ആവാം, ടോയ്സ് ആവാം, അങ്ങനെയുള്ള ഐറ്റങ്ങളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരും. അതുപോലെ തന്നെ ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീഡ്രൽ അങ്ങനെ ഉപയോഗിക്കുന്ന വഴി നീണ്ട നാള് കത്തീഡ്രൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ്, ഹു ഈസ് അറ്റ് ദ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ? നോസോകോമിയൽ ഇൻഫെക്ഷന് റിസ്ക് ചാൻസ് ഉള്ളവര് ആരൊക്കെയാണ്? ഞാൻ വിളിക്കാത്തവരെയൊക്കെയാണ് ഒരുവിധം വിളിക്കുന്നത്. നോക്കട്ടെ. എൽസ ഉണ്ടോ? ചിഞ്ചു എൽസ ഉണ്ടോ? ഓക്കെ. എൽസയാണോ പറയുന്നേ? എന്തായിരുന്നു കേട്ടില്ല. നോസോകോമിയൽ ഇൻഫെക്ഷന് റിസ്ക് ഉള്ളവര് ആരൊക്കെയാന്ന് ചോദിച്ചേക്കുന്നത്. Who is at the risk for nosocomial infection? ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ്, പിന്നെ നമ്മളിപ്പോ വാർഡിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വേറെ ഇൻഫെക്ഷൻസും അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവര്, പിന്നെ ഇപ്പം കാത്തീറ്റേഴ്സ് ഒക്കെ ഇട്ട ആൾക്കാർ കാണത്തില്ലേ, യൂറിനറി കാത്തീറ്റർ. കത്തീറ്റർ കൂടുതൽ നാളം ഉപയോഗിക്കുകയാണെങ്കിൽ, ദീർഘനാളം കത്തീറ്റർ ഉപയോഗിക്കുന്നവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ കൂടുതലായിട്ട് വരാം. പിന്നെ ലോങ് സ്റ്റേ ചെയ്യുന്നവർക്ക് വരാം. കോമ സ്റ്റേജില്, പിന്നെ ട്രോമ, പിന്നെ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് കോണ്ടാക്ട് ആണ്. കോണ്ടാക്ട് ട്രാൻസ്മിഷനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ. എടുക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി പഠിച്ചു പോകുക കേട്ടോ. ഇതിന്റെ ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾ പോകുക, എന്നിട്ട് വായിക്കുകയും ചെയ്യാം. ഓക്കെ, ബൈ. Thank you, madam. Okay. Thank you, madam.